ഹലോ, അജ്ജുവാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 2 തൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തൈ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ശ്രദ്ധിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിൽ കിടക്കണം. അതിന് മുമ്പ് നമ്മൾ കുറേ സാധനങ്ങൾ നമ്മളിതിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ വെക്കുന്നത് നമ്മൾ ഡൽഹരി ചാമ്പ, അതുപോലെ തന്നെ നമ്മളൊരു തായ്വാൻ അടക്കാപ്പായം കൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ 2 എണ്ണമാണ് വെക്കുന്നത്. നമ്മൾ ബക്കറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ ബക്കറ്റിൽ ഓട്ടൊക്കെ ഇട്ട് കൃത്യമായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കരിയിലയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ബക്കറ്റ് മണ്ണ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ബക്കറ്റ് ആട്ടുംകാട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കിലോ എല്ലുപൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ബക്കറ്റ് അവിടെ നമ്മുടെ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബണ്ടിൽ, ഈ സാധനം എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ ഈ അരി ഉണ്ടല്ലോ, നെല്ലിൻ്റെ വേസ്റ്റാണ്. നെല്ലിൻ്റെ പൊടിയ ഉമ്മി എന്നൊക്കെ പറയാം. ആ ഉമ്മിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ വലിയ ഹാർഡ്വെയർ കടയിലൊക്കെ നമ്മൾ ആസ്പെറ്റാസിൻ്റെയും മറ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരുന്ന സാധനമാണ്. അത് വേസ്റ്റായിട്ട് അവർ കളയുന്ന സാധനമാണ്. നമ്മളവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ നമുക്ക് വേണമെങ്കിൽ കിട്ടും. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള പെട്ടെന്ന് വേര് പോവും. അത് മണ്ണ് പെട്ടെന്ന് നല്ല ഇറുകില്ല, നല്ല ലൂസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വേരുകൾ കൃത്യമായി പെട്ടെന്ന് തന്നെ പോവും. അതുകൊണ്ട് നല്ല പെട്ടെന്ന് വളരും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെയിറ്റ് കുറക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് വേരൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ചകിരിച്ചോറും അതുപോലെ തന്നെ കരിയിൽ, അതുപോലെ തന്നെ ഈ ഉമ്മിയൊക്കെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീമക്കൊന്നയുടെ ഇലയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടാഷ്യം ഉള്ള ഒരു തരം തൈയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചീമക്കൊന്നയുടെ ഇല, ഇത് ചീമി കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചീമക്കൊന്നയുടെ ഇല കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യാറുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് മിക്സ് ആക്കുന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിലേക്ക് ആദ്യം നമ്മളിപ്പോൾ 1/2 ബക്കറ്റ് ആട്ടുംകാട്ടത്തിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ഉമ്മി ഇടുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ വേരൊക്കെ നല്ല രീതിയിൽ പോവും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ക്യാഷൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഹാർഡ്വെയർ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അവർ നമ്മളോട് വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അവരെ ഒഴിവാക്കി ഇട്ടവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 തൈയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി നമുക്കൊരു ബക്കറ്റ് ഫുള്ളായിട്ട് ഒന്നും ആവശ്യമില്ല. നമ്മൾ 2 തൈ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു 1/2 ബക്കറ്റോളം നമ്മൾ ചാണകപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1/2 ബക്കറ്റോളം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചകിരിച്ചോറ് 1/2 ബക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇടുകയാണ്. ചകിരിച്ചോറ് പിന്നെ നമ്മൾ വാങ്ങാൻ കിട്ടും. നമ്മൾ കടയിലൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോ ട്യൂബായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് ചകിരിച്ചോറ് വലിയ വിഷയമല്ല, എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട്. ചകിരിച്ചോറ് ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് മണ്ണാണ് 1/2 ബക്കറ്റ് മണ്ണ് നമ്മൾ 1/2 ബക്കറ്റ് ഇടുകയാണ്. അപ്പോൾ നല്ല മേൽമണ്ണ് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ വലിയ കട്ടാകാത്ത മണ്ണെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സാധനം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് കൈ കൊണ്ടോ കൈക്കോട്ടോണ്ടോ മിക്സാക്കിയിട്ട് ലെവലാക്കി എടുക്കുക. നമ്മൾ അതിൻ്റെ മേലിൽ കുറച്ച് എല്ലുപൊടി ഇടുകയാണ്. എല്ലുപൊടി നമ്മളൊരു 300 ഗ്രാമൊക്കെ, ഇത് 1 കിലോൻ്റെയാണ്. നമുക്കൊരു 300 ഗ്രാമൊക്കെ എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലുപൊടി ഇട്ടു. എന്നിട്ട് അതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സാക്കിയിട്ട് ഈ ഒരു പരിവാക്കിൻ്റെ എല്ലാതും അത്യാവശ്യം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടക്കുന്ന രീതിയിൽ എല്ലാവരും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ബോക്സിലേക്ക് നിറക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നിറക്കേണ്ടത്, അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ബക്കറ്റ് കണ്ടുണ്ട്. നമ്മളിത് ഒരു അടി ഗ്യാപ്പിൽ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ച് പൊക്കിയിട്ടായിട്ടാണ്. കാരണം അത് വെള്ളം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ താഴെ ഓട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന വെള്ളം ഒഴിക്കുന്ന സാധനങ്ങളും അതുപോലെ എല്ലാ സാധനങ്ങളും അത് പിന്നെ അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഒലിച്ച് താഴേക്ക് മണ്ണിലേക്ക് പോകും. അതുപോലെ വേരും അടിയിൽ പോയിട്ട് സാധനം പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൈഡിലിടുന്നത്, സൈഡിൽ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഹോളിടുക. നമ്മൾ ഓരോ അടി വിട്ടിട്ടാണ് ഹോൾ ഇട്ടിട്ടുള്ളത്. ഒരു 5 4 ആയിട്ട് ഹോളിടുക. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കാണ് നിറക്കുന്നത്. നമ്മൾ നിറക്കുമ്പോൾ ഇതായത് നമ്മൾ ആദ്യം കരിയിലയാണ് കുറച്ചിടുന്നത്. ഈ കരിയില കുറച്ചിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിയിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇത്ര കരിയില ഇട്ടിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടാവും ഒരു കാൽഭാഗം. ഇത് നല്ലോണം അമർത്തി വെക്കുക. അപ്പോൾ കറുപ്പ് താഴെ ആ ഹോളൊക്കെ അടയുന്ന ലെവലിലേക്ക് കരിയിലാവും. എന്നിട്ട് നമ്മൾ ചീമക്കൊന്നയുടെ ഇലയാണ്
ഈ ചീമക്കൊന്നയുടെ ഇലയാണ് നമ്മളിതിലേക്ക് ഊരിയിടുന്നത്. അത് നമ്മൾ അതിലേക്ക് കുറച്ച് ചീമക്കൊന്നയുടെ ഇല ഇടുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് ചീമക്കൊന്നയുടെ ഇല ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ബാക്കി നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗം നമ്മളിതിലേക്ക് നിറക്കണം. പക്ഷേ ഫസ്റ്റ് നമ്മുടെ ചെടി എത്രത്തോളം ഹൈറ്റ് ഉണ്ട് അത് നോക്കിയിട്ട് വേണം ബാക്കി വെക്കാൻ. അപ്പോൾ നമ്മളിതാ ഒരു ഈ ലെവലിൽ കാണുന്നുണ്ടാവുക, ഈ ലെവലിൽ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെടി വെച്ചിട്ട് ബാക്കി നമുക്ക് അതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചെടി നമ്മൾ എടുത്തിട്ട് നമ്മൾ കവർ പൊട്ടിക്കുകയാണ്. കവർ പൊട്ടിച്ച് തൊടയാത്ത രീതിയിൽ വേണം പൊട്ടിച്ചെടുക്കുകയാണ്. കവർ നമ്മൾ പൊട്ടിച്ചെടുക്കുക. താഴെ ഒരു വേര് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നേരെ എടുക്കണം, അല്ലെങ്കിൽ കയ്യിൽ കേടാണ്. അങ്ങനെ ആ വേര് പൊട്ടാതെ എടുത്തിട്ടുണ്ട്. നമ്മളിത് നേരെ ഇതിലേക്ക് സെൻട്രലായിട്ട് വെറുതെ ഒരു കുഴി പോലെ എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചെടുത്തു. നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ്. ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് മണ്ണായിട്ട് നമ്മൾ അവിടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇടുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഫില്ലാക്കി ഇട്ട് കൊടുക്കുകയാണ്. കാരണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ ഫില്ലാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വെള്ളം നനയ്ക്കുമ്പോഴൊക്കെ പോകൂലേ എന്നുള്ളത്. പക്ഷേ അത് പോകില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ താഴെ കരിവേപ്പിൽ ഈ വേപ്പ് ഇല ചപ്പൊക്കെ ഇടുന്നത് അത് ഒന്ന് വെള്ളം നിറഞ്ഞ് ഇരിക്കുമ്പോൾ സെറ്റാകുമ്പോൾ അതൊന്ന് ഇരിക്കും. അപ്പോൾ നമ്മുടെ തൈ ഒന്നും കൂടി താഴേക്ക് ഇരിക്കും. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഫില്ലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് തൈ കാര്യങ്ങളും അടിയെ ഒന്ന് വളമൊക്കെ ഒന്ന് സെറ്റാകുന്ന സമയത്ത് ഒന്നും കൂടി അടിയിലേക്ക് ഇരിക്കും. അപ്പോൾ നമുക്കൊരു ഏകദേശം ഈ അളവിലാണ് നമ്മളെ മണ്ണും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ സുഖമായിട്ട് നമുക്ക് വളപ്രയോഗത്തിനും അതിനൊക്കെ വെച്ചെടുക്കാം, ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ബോക്സ് സെറ്റ് ചെയ്തു. നമുക്ക് കാണാണ്ടാവും വലിയ വെയിറ്റ് ഒന്നുമില്ല. കാരണം നമ്മൾ മണ്ണ് കുറവാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാത്രം കൂടി സെറ്റാക്കിയിട്ട് നോക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പാത്രം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ അടക്കപ്പായ പേരക്കയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് കവർ പൊട്ടിച്ച് പേരക്ക ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ തൈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളവിടെ 3 തൈ ഇതേപോലെ ഒരു ബുഷ് ഓറഞ്ച്, ഒരു തായ് പേരക്ക, മറ്റേ നമ്മുടെ ചാമ്പങ്ങ, അങ്ങനെ 3 എണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 നമ്മൾ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് അത്യാവശ്യം വെള്ളം പറഞ്ഞ് ഒന്ന് സെറ്റായി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇതിനെല്ലാവരും നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചെടുക്കാം. വെള്ളം വെച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഒന്ന് സാധനം ഇരിക്കും. അങ്ങനെ 2-3 ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ചെടി ഒന്നുകൂടി അടിയിലേക്ക് ഇരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മണ്ണിടാനും ഇതിനൊക്കെ സ്ഥലം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഹൈറ്റിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു നന കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇനി നനക്കുന്ന സമയത്ത് 1 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് മാത്രമേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം വെള്ളം വെറുതെ ഒഴിച്ച് താഴേക്ക് പോയിട്ട് വരില്ല. വെള്ളം ഇതിലേക്ക് ഒരു ബക്കറ്റിലായതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. കൂടുതൽ വെള്ളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 2-3 കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നനക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് 1 കപ്പൊക്കെ വെള്ളം കൊടുത്താൽ മതി. പാകത്തിന് എത്രയാണ് അതിനാവശ്യമുള്ള അത്ര മാത്രം വെള്ളം കൊടുത്താൽ. കൂടുതൽ വെള്ളം ഒഴിച്ച് 4 സൈഡും ലീക്കായി പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ സ്ഥലം കുറവുള്ളവരൊക്കെ ബക്കറ്റിലും ഡ്രമ്മിലൊക്കെ വെച്ച് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ വാടാ.
ഇവിടെ വാടാ. താങ്ക് യു ഒരു താങ്ക് യു പറഞ്ഞ. താങ്ക് യു പറ. താങ്ക് യു പറ. താങ്ക് യു. താങ്ക് യു പറ. താങ്ക് യു. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാം. മറ്റൊരു ദിവസം വീണ്ടും കാണാം.